നെതർലാൻഡിൽ 1300-ലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഒരു സ്പാനിഷ് പട്ടാളക്കാരൻ നിയൂർവാർട്ട് ദേവാലയത്തിൽ നിന്ന് രോഗികൾക്ക് കൊടുക്കാൻ തിരുവോസ്തി സൂക്ഷിക്കുന്ന ഒരു കുസ്തോതി മോഷ്ടിച്ചു. കുസ്തോതിക്കുള്ളിൽ ഒരു തിരുവോസ്തി ഉണ്ടായിരുന്നു. തനിക്ക് ഉപകാരപ്പെടുകയില്ലെന്ന് കണ്ട് ഈ പട്ടാളക്കാരൻ ആ കുസ്തോതി ഒരു വയലിലേക്ക് വലിച്ചെറിഞ്ഞു. കൃഷി ഇറക്കുന്നതിനു വേണ്ടി ജാൻ എന്ന കർഷകൻ തൻ്റെ കൃഷിയിടം കിളയ്ക്കുന്നതിനിടെ ഒരു മൺകട്ട ഉയർത്തിയപ്പോൾ അതിനടിയിൽ ഒരു കുസ്തോതിയും അതിനുള്ളിൽ ഒരു തിരുവോസ്തിയും കണ്ടു. അദ്ദേഹം ആ കുസ്തോതി തുറന്നു നോക്കി. ആ തിരുവോസ്തി അപ്പോഴും പുതിയതുപോലെയായിരുന്നു. ജാൻ ഉടനെ തന്നെ വിവരം അടുത്തുണ്ടായിരുന്ന ഇടവകയിലെ പുരോഹിതനെ അറിയിച്ചു. അദ്ദേഹവും നിരവധി ആളുകളും വയലിലെത്തി. വർഷങ്ങൾക്ക് മുൻപ് ദേവാലയത്തിൽ നിന്നും നഷ്ടമായ കുസ്തോതിയും തിരുവോസ്തിയുമാണതെന്ന് പള്ളി അധികാരികൾ തിരിച്ചറിഞ്ഞു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരുവോസ്തിക്ക് യാതൊന്നും സംഭവിക്കാത്തത് ഏവരെയും ആശ്ചര്യപ്പെടുത്തി. തുടർന്ന് നിയൂർവാൾട്ട് പള്ളിയിലേക്ക് ഈ തിരുവോസ്തിയും കുസ്തോതിയും വലിയ പ്രദക്ഷിണമായി കൊണ്ടുപോകുകയും പരസ്യ ആരാധന ആരംഭിക്കുകയും ചെയ്തു. പ്രത്യേകം നിർമ്മിച്ച അരുളിക്കയിലാണ് ഈ തിരുവോസ്തി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നിരവധി വർഷങ്ങൾ മാലിന്യ കൂമ്പാരത്തിനടിയിൽ കിടന്നിട്ടും വിശുദ്ധിയുടെ നിറവ് നഷ്ടപ്പെടാതെ നിലകൊണ്ട പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ പാപങ്ങൾ എത്ര കഠിനമായാലും അതെല്ലാം കഴുകി വെണ്മയുള്ളതാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.